ഇപ്പോൾ നമ്മൾ സീക്വൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ സീക്വൻസിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. എന്താ ഇവിടെ നോക്കുക. സപ്പോസ് an is a sequence and limit of an is equal to L, and if the function f is continuous at L, f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, അത് സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ് ആയ എല്ലിലെ കണ്ടിന്യൂസ് ആണ്. if the function f is continuous at L, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് f of an is equal to f of limit an, that's equal to f of L ആയിരിക്കും. ഇത് നമുക്ക് an എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. an-ന്റെ ഓരോന്നിന്റെയും എഫ് വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ എഫ് ഓഫ് an എന്ന് പറയുന്ന പുതിയൊരു സീക്വൻസ് നമുക്ക് കിട്ടും. an എല്ലിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് an എന്ന് പറയുന്നത് എഫ് ഓഫ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത്. an എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു, എല്ലില് എഫ് കണ്ടിന്യൂസും ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് an എന്ന് പറയുന്നത് എഫ് ഓഫ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ എഫ് എല്ലില് കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഈ തിയറം എക്സിസ്റ്റ് ചെയ്യില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പല സ്ഥലത്തും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ സീക്വൻസ് e raised to sin 1/n. അപ്പൊ നമുക്ക് sin 1/n എന്ന് പറയുന്ന ഫംഗ്ഷൻ, sin 1/n എന്ന് പറയുന്ന സീക്വൻസ് an equal to sin 1/n ആണെന്നിരിക്കട്ടെ, f of x എന്ന് പറയുന്നത് e raised to x ആണെന്നിരിക്കട്ടെ. അപ്പോൾ f of an എന്ന് പറയുന്നത് e raised to sin 1/n ആവുമല്ലോ, അല്ലേ? f of an എന്ന് പറയുന്നത് e raised to sin 1/n ആവും. sin 1/n ലിമിറ്റ് 1/n 0യിലേക്ക് പോകും, നിങ്ങൾക്ക് അറിയാലോ. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/n 0യിലേക്ക് പോകും, ആൻഡ് sin 0 ഈക്വൽ ടു 0. അപ്പൊ sin 1/n ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ f of sin 1/n എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് e raised to 0 ഈക്വൽ ടു 1 ആണ്. ക്ലിയർ ആണല്ലോ. അതേപോലെ അടുത്ത ഫംഗ്ഷൻ നോക്കുക, sin nπ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1. ഇവിടെ nπ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ, nπ ഡിവൈഡ് ബൈ 2n പ്ലസ് 1 എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ n കൊണ്ട് രണ്ട് സ്ഥലത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 5/2 ആണെന്നുള്ളത്. അപ്പോ sin nπ ഡിവൈഡ് ബൈ 2n പ്ലസ് 2 എന്ന് പറയുന്നത് sin π/2. π/2 സൈൻ കണ്ടിന്യൂസ് ആണല്ലോ, സൈൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പൊ π/2 കണ്ടിന്യൂസ് ആണ്. സോ sin π/2, sin π/2 is equal to 1. സോ ആ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ആ കണ്ടിന്യൂറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടെ e raised to x എന്ന് പറയുന്നത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇൻ പർട്ടിക്കുലർ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 0. സോ e raised to 0 is equal to 1 എന്ന് വന്നു. ഞാൻ ഇവിടെയും നടന്നു പോകുന്നത്. നമ്മൾ മൊണോട്ടോണിക് സീക്വൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മൊണോട്ടോണിക് സീക്വൻസ്? അപ്പോൾ ഒരു സീക്വൻസ് an എന്ന് പറയുന്നത് ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിങ് സീക്വൻസ് ആണ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആൻഡ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ സീക്വൻസ് an is monotonically increasing if a1 is less than a2, less than a3, less than an, etc. less than an. അതായത് ഇവിടെ ലെസ് ദാൻ കാണുന്നുള്ളൂ, പക്ഷെ പ്രോബ്ലംസ് വീഡിയോയിലൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ശരിക്കും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ a sequence an is said to be monotonically increasing if an is less than or equal to an plus 1. ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. തിരിച്ച് a sequence is said to be monotonically decreasing if an is greater than or equal to an plus 1. ചെറുതായി പോയിക്കൊണ്ടേയിരിക്കും, ഇത് വലുതായി പോയിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ദിസ് ഫംഗ്ഷൻ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ആദ്യത്തെ വാല്യൂ 1/2 ആണ്, രണ്ടാമത്തെ വാല്യൂ 2/3 ആണ്. അപ്പൊ 1/2 കൂടുതലാണ് 2/3. മൂന്നാമത്തേത് 3/4 ആണ്, അത് അതിലും കൂടുതലാണ്. അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും അത് കുറഞ്ഞു വരുന്നില്ല. അപ്പൊ ഇത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ ദിസ് ഇസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ്. ഇനി നമ്മൾ 1/n എന്ന് പറയുന്ന ഒരു സീക്വൻസ് നോക്കിയേ. 1/n എഴുതി കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. 1/n എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ കാണുമ്പോൾ ആദ്യത്തെ വാല്യൂ 1 ആണ്, രണ്ടാമത്തേത് 1/2 ആണ്, മൂന്നാമത്തേത് 1/3 ആണ്, നാലാമത്തേത് 1/4 ആണ്, എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ഡിക്രീസ് ചെയ്ത് പോവുകയല്ലേ ചെയ്യുന്നത്? ശരിയാണല്ലോ. സോ ദാറ്റ് ഇസ് എ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. ക്ലിയർ ആണല്ലോ. മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. അപ്പൊ നമുക്ക് എല്ലാ സീക്വൻസുകളും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ. an less than or equal to an plus 1 ആണെന്ന് നോക്കും. ഇവിടെ നോക്കി an എന്ന് പറയുന്നത് n by n plus 1 ആണ്,
an plus 1 എന്ന് പറയുന്നത് n plus 1 divided by n plus 1 plus 1 ആണ്. അപ്പൊ an less than or equal to n plus 1 ആണോ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം പോസിറ്റീവ് ടേംസ് ആണ്. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ n സ്ക്വയർ പ്ലസ് 2n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ആണല്ലോ. ഇവിടെ ഒരു 1 കൂടുതലുണ്ട്, അപ്പൊ ആണ്. ആയതുകൊണ്ട് an is less than or equal to an plus 1 ആണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കമ്പാരിസൺ ഒന്നും നടക്കാറില്ല. അപ്പോ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞോട്ടെ. an ഡിവൈഡഡ് ബൈ an പ്ലസ് 1 എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ വരിക? അത് നമ്മൾ ചില സ്ഥലത്ത് ചെയ്യാറുണ്ട് കേട്ടോ. an പ്ലസ് 1 മൈനസ് an നമ്മൾ ചെയ്ത് നോക്കും. അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. an പ്ലസ് 1ൽ നിന്ന് an കുറയ്ക്കും. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. അടുത്തത് an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an നമ്മൾ ചെയ്ത് നോക്കും. an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an അത് 1നേക്കാൾ കൂടുതലാണ് എങ്കിൽ ഇൻക്രീസിങ്, 1നേക്കാൾ കുറവാണെങ്കിൽ ഡിക്രീസിങ്. ക്ലിയർ ആണല്ലോ? എന്ന് എഴുതി വെക്കണം ഈ പറഞ്ഞ കാര്യം. an പ്ലസ് 1 മൈനസ് an പോസിറ്റീവ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്. an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിങ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതിയല്ലോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിരിക്കും. ഇവിടെ an എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. അപ്പൊ നമ്മൾ f ഓഫ് x എന്ന് പറയുന്നത് x ഡിവൈഡഡ് ബൈ x പ്ലസ് 1 എടുത്തു, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ x പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ശരിയാണല്ലോ? അപ്പൊ x പോസിറ്റീവ് ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ x പ്ലസ് 1 ഹോൾ സ്ക്വയർ, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം n എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ 1 ബൈ x പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഓൾവേസ് പോസിറ്റീവ്, സോ ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിംഗ്. സോ സീക്വൻസ് ഇസ് ഇൻക്രീസിംഗ്. ഡിഫറൻസിയേഷൻ അറിയാവുന്ന ആർക്ക് നമുക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് n ഡിവൈഡഡ് ബൈ e റേസ് ടു n ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ എന്ന് നമ്മൾ നോക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്താൽ മതി. an ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n പ്ലസ് 1 ആണോ, ഏതാണ് ചെറുത് എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നു. സോ വി ഗെറ്റ് an is decreasing. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ട്രൈ. അടുത്തത് ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബൗണ്ട് ഉണ്ടാവണം, അതിരുണ്ടാവണം എന്നുള്ളതാണ്. A sequence is said to be, a sequence an is said to be bounded above if there exists a number m such that an is less than or equal to m for every an. എല്ലാ anകളും ഒരു m-നേക്കാൾ ചെറുതാണെങ്കിൽ that sequence is said to be bounded. For example, the sequence 1 by n. 1 by n is less than 2, അല്ലേ? 1 എടുത്താലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. അല്ലെങ്കിൽ 2 എടുത്താൽ മതി, അല്ലെങ്കിൽ 3 എടുത്താൽ മതി. 1നേക്കാൾ കൂടുതലായിട്ടുള്ള ഏതൊരു നമ്പർ എടുത്താലും an is equal to 1 by n എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണല്ലോ. സോ ദാറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. n by n പ്ലസ് 1 ബൗണ്ടഡ് ആണല്ലോ. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 2 ഓ 3 ഓ എന്ത് വേണമല്ലോ എടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫംഗ്ഷൻ സീക്വൻസുകളും അതിന്റെ ബൗണ്ട്സും കാണാൻ പറ്റും. അപ്പർ ബൗണ്ട് ഇതേപോലെ തന്നെയാണ് ബൗണ്ടഡ് ബിലോ എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ പോയിന്റ്സ് എല്ലാം ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലാണ് എങ്കിൽ ദാറ്റ് സീക്വൻസ് ഈസ് സെഡ് ടു ബി ബൗണ്ടഡ് ബിലോ. കണ്ടോ, എമ്മിനേക്കാളും കൂടുതലാണ് എല്ലാ സീക്വൻഷ്യൽ പോയിന്റ്സും. അപ്പൊ എം എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് സീക്വൻസ് ഈസ് സെഡ് ടു ബി ബൗണ്ടഡ്. അപ്പർ ബൗണ്ട് ആണോ ലോവർ ബൗണ്ട് ആണോ എന്ന് നമ്മൾ പറയുന്നില്ല. ബൗണ്ടഡ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബോത്ത് ബൗണ്ടഡ് എബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ. ലോവർ ബൗണ്ടും ഉണ്ടാവണം, അപ്പർ ബൗണ്ടും ഉണ്ടാവണം. ക്ലിയർ ആണല്ലോ? ഇതാണ് കാര്യങ്ങൾ. ബൗണ്ടഡ് എബവ് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ അപ്പർ ബൗണ്ട് ഉണ്ടാവും. 10 ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ 11 എന്തായാലും അപ്പർ ബൗണ്ട് ആയിരിക്കും, 12 അപ്പർ ബൗണ്ട് ആയിരിക്കും, 13 അപ്പർ ബൗണ്ട് ആയിരിക്കും. അങ്ങനെ ഇൻഫൈനിറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട്സ് ഉണ്ടാവും. 1 ഒരു ലോവർ ബൗണ്ട് ആണെങ്കിൽ 1നേക്കാൾ താഴെയുള്ള ഏത് നമ്പറും നമുക്ക് ലോവർ ബൗണ്ട് ആയിരിക്കും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് നോക്കുക, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഈ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് പറയുന്നത് ബൗണ്ടഡ് എബവ് ബൈ 1 ആണ്. 2 ഒരു അപ്പർ ബൗണ്ട് ആണ്, 3 ഒരു അപ്പർ ബൗണ്ട് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ആൻഡ് ബൗണ്ടഡ് ബിലോ ബൈ 1/2, കാരണം ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1/2. 1/2നേക്കാളും താഴെയായിട്ടുള്ള എല്ലാ നമ്പറും ഇതിന്റെ ലോവർ ബൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, എ ബൗണ്ടഡ് സീക്വൻസ് നീഡ് നോട്ട് ബി കൺവേർജന്റ്. ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണോ എന്ന് വിചാരിച്ചത് കൺവേർജന്റ് ആവണമെന്നില്ലാന്ന്. ഫോർ എക്സാമ്പിൾ ദി സീക്വൻസ് -1 റേസ് ടു n. -1 റേസ് ടു n എന്ന് പറയുന്നത് -1നും +1നും ഇടയിലാണ് അല്ലേ? അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ട്. പക്ഷേ സീക്വൻസ് ഈസ് നോട്ട് കൺവേർജന്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഇസ് നോട്ട് കൺവേർജന്റ് എന്ന് പറയുന്നത്. പക്ഷേ
തിരിച്ച് ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അത് നമ്മൾ കാണുന്നുണ്ട്, ഒരു തിയറാണ്, നമ്മളത് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സീക്വൻസ് 3-1/n എന്ന് പറയുന്ന മൊണോട്ടോണിക് ആണോ എന്ന് ചോദിക്കുന്നു. മൊണോട്ടോണിക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം. നോക്ക്, 1/n എപ്പോഴും 1/n+1 കൂടുതലായിരിക്കും. ആണോ? n+1 എല്ലായ്പ്പോഴും n കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നേരെ തിരിച്ചു വരും. 1/n is greater than 1/n+1. നെഗറ്റീവ് എടുക്കുമ്പോൾ വീണ്ടും തിരിയും. -1/n is less than -1/n+1. ഒരു 3 രണ്ട് സ്ഥലത്ത് ആഡ് ചെയ്യുന്നു. So we get an is less than an+1. So that is monotonic. ആണല്ലോ? And we can see that ഇതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 3 ആണ്. 2 എത്തുന്നില്ല. 2 എത്തണമെങ്കിൽ ഇത് 2 ഇത് 1 മാത്രമേ വരുന്നുള്ളൂ, ബാക്കി എല്ലാം ചെറുതാണ്. അപ്പൊ 2 എന്ന് പറയുന്ന ലോവർ ബൗണ്ടുമാണ്. സോ ദാറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. അടുത്ത മൊണോട്ടോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഓരോ സ്റ്റെപ്പുകളും ചെയ്തു പോകുന്നു, എളുപ്പത്തിൽ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. tan ബൗണ്ടഡ് ആണോ, മൊണോട്ടോണിക്, അടുത്ത സീക്വൻസ് മൊണോട്ടോണിക് ആണോ എന്ന് നോക്കുക കേട്ടോ. അതന്നെ അടുത്തത് കംപ്ലീറ്റ്നെസ് ആക്സിയം എന്ന് പറയുന്നത്. ഇത് റിയൽ അനാലിസിസിലെ തിയറം ആണ്. കംപ്ലീറ്റ്നെസ് ആക്സിയം എന്ന് പറയുന്നത് കുറച്ചുകൂടി അടുത്ത വർഷം നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് റഫായിട്ട് പറയാം. തിയറം പറയുന്നത് എന്താണ്? Every non-empty set S of real numbers that is bounded above has a least upper bound. അതായത് എസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് ഇരിക്കട്ടെ, നോൺ എംപ്റ്റി ആണ്, അതിനകത്ത് ഒരു മെമ്പർ എങ്കിലും ഉണ്ട്. അത് ബൗണ്ടഡ് എബോവ് ആണ് എങ്കിൽ അതിനൊരു ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ഉണ്ടാവും. ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ ഏറ്റവും ചെറിയ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവും, ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക, കുറച്ചുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ്. എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ ആർ, സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ആർ സച്ച് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പൊ എം അതിന്റെ അപ്പർ ബൗണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ there exists a least upper bound small n, sorry capital N, such that വേറെ ഏതൊരു അപ്പർ ബൗണ്ടുകൾ നമ്മൾ എടുത്താലും, ഇപ്പൊ ബി എന്ന് പറയുന്നത് സെറ്റിന്റെ വേറൊരു അപ്പർ ബൗണ്ട് ആണെന്ന് ഇരിക്കട്ടെ, അതായത് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എസ്. ഇപ്പൊ ബി അപ്പർ ബൗണ്ട് ആണല്ലോ. ആ ബി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആയ എന്നില്ലേ അതിനേക്കാളും വലുതോ തെറ്റാണല്ലോ. ഇത് തെറ്റാട്ടോ, ഈ ഒരു സംഗതി ഇത് തെറ്റാ. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അപ്പർ ബൗണ്ടിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. അപ്പൊ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ആണ് കേട്ടോ. ഇത് തെറ്റാണ്, ശ്രദ്ധിക്കുക കേട്ടോ. കളറ് ശ്രദ്ധിച്ചേക്കണം, തിരിച്ചെഴുതണം കേട്ടോ. ഓക്കെ, ഈ -2 3 എന്ന് പറയുന്ന സെറ്റ് എടുക്കുക. -2 3 എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് 5 അല്ലെങ്കിൽ 4 ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കാണാൻ പറ്റും. ശരിയാണല്ലോ. അതിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഏതാ? 3. ക്ലിയർ ആയിട്ടും 3 ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? എവറി നോൺ എംപ്റ്റി സെറ്റ് എസ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ബൗണ്ടഡ് എബോവ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ബൗണ്ടഡ് ബിലോ ആണെങ്കിലോ എവറി നോൺ എംപ്റ്റി സെറ്റ് എസ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ ഹാസ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ഹാസ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ തിരിച്ചു ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള നോൺ എംപ്റ്റി ആയിട്ടുള്ള ഏതൊരു സെറ്റിനും ഏറ്റവും വലിയ ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവും. ഇവിടെ ഏറ്റവും ചെറിയ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവും, ഇതിൽ ഏറ്റവും വലിയ ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവും. ഞാനൊരു ലിങ്ക് അയച്ചു തന്നിരുന്നില്ലേ കൃഷ്ണകുമാർ സാറിന്റെ, അതിനകത്ത് ഇൻഫിമം ആൻഡ് സുപ്രീമം, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആൻഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്, തേർഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഉള്ളത്. അവിടെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്ത വർഷം നിങ്ങളിത് പഠിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നാലും ഒന്ന് കണ്ടു നോക്കാം ആ വീഡിയോ. ഞാൻ ആ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. MG കോളേജ് ഇരുട്ടേണ്ട ഒരു ഇനാഗുറേഷൻ വീഡിയോ ആയിരുന്നു, അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇനി monotone convergence theorem for sequences. Every bounded monotonic sequence is convergent. ഇതാണ് monotone convergence theorem for sequence എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ്, മൊണോട്ടോണിക് ആണ് എങ്കിൽ അത് കൺവെർജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ മൊണോട്ടോൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവാം, മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആവാമല്ലോ. ഇവിടെ ഫസ്റ്റ് നമ്മൾ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എടുക്കുന്നു, എന്നിട്ട് അത് ബൗണ്ടഡ് എബോവ് ആണെന്ന് പറയുന്നു.
അങ്ങനെയാണെങ്കിൽ അത് കൺവേർജന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് ഒന്ന് നോക്കാം, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. an എന്ന് പറയുന്ന സീക്വൻസ് ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആൻഡ് an ഈസ് ബൗണ്ടഡ് എബവ്. an ഈസ് ബൗണ്ടഡ് എബവ്. അപ്പോൾ ബൗണ്ടഡ് എബവ് ആൻഡ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ് എങ്കിൽ ബൈ ദ കംപ്ലീറ്റ്നെസ് ആക്സിയം ഇറ്റ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ബൗണ്ടഡ് എബവ് ആണ്, അപ്പൊ അപ്പർ ബൗണ്ടുകളുണ്ട്. ആ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറിയൊരു അപ്പർ ബൗണ്ടിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ലെറ്റ് ദാറ്റ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ബി എൽ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ എന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ അവയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയ എൽ തന്നെയാണ് എന്നുള്ളതാണ്. എൽ ഇസ് ദ ലിമിറ്റ് ഓഫ് എ എന്നുള്ളതാണ്. അപ്പൊ എൽ ലിമിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ എടുത്തിട്ട് എല്ലിന്റെ ഒരു നൈബർഹുഡ് എടുത്തിട്ട് അതിനകത്ത് എന്താണ് അതിന്റെ ഉള്ളിലേക്കായിരിക്കും ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജിലായിരിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. സപ്പോസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൻ. അപ്പൊ എല്ല് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ എല്ലിനേക്കാൾ ചെറുതായ ഒന്നും അപ്പർ ബൗണ്ട് ആവില്ല. അപ്പൊ എൽ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് എല്ലിനേക്കാളും ചെറുതാണ്. എൽ മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എക്സ്. ശരിയല്ലേ? ഇതാണ് എല്ല്. എല്ലിനേക്കാൾ ചെറുതായ എൽ മൈനസ് എപ്സിലോൺ ആണ് ഇത്. ഈ എൽ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകത്തില്ല. ഓക്കെ, എല്ലാണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അപ്പൊ അതിനേക്കാൾ ചെറുതായ ഒരെണ്ണം അപ്പർ ബൗണ്ട് ആവുമോ? ഇല്ലല്ലോ. അപ്പൊ എൽ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആവില്ല എങ്കിൽ എൽ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായ സീക്വൻസിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് സം an. ഓക്കെ, എൽ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആവില്ല എന്ന് ഉണ്ടെങ്കിൽ എൽ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിട്ടുള്ള ഒരു പോയിന്റ്, ഒരു സീക്വൻസിലെ പോയിന്റ് എങ്കിലും ഉണ്ടാവണമല്ലോ. അത് an ആണെന്ന് ഇരിക്കട്ടെ. പക്ഷെ സീക്വൻസ് എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് അല്ലേ? അപ്പൊ ഈ എന്നിന് ശേഷം വരുന്ന എല്ലാ എന്നുകൾക്കും an എന്ന് പറയുന്നത് ഈ an-നേക്കാളും കൂടുതലായിരിക്കില്ലേ? an ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു an. ക്ലിയർ ആണല്ലോ? an പ്ലസ് 1 ഇതുണ്ട്. a ക്യാപിറ്റൽ n പ്ലസ് 1, a ക്യാപിറ്റൽ n പ്ലസ് 2 എക്സെട്ര എന്ന് പറയുന്ന എല്ലാം ഈ an-നേക്കാളും a ക്യാപിറ്റൽ n-നേക്കാളും കൂടുതലായിരിക്കുകയല്ലേ? ശരിയല്ലേ? അപ്പൊ ഈ an പ്ലസ് 1 an പ്ലസ് 2 എന്നൊക്കെ പറയുന്നതൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ? ഇതിനകത്തുണ്ടാവും. an പ്ലസ് 1 an പ്ലസ് 2 എന്ന് പറയുന്ന എല്ലാം ഇതിനകത്തുണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. ഇവിടെ ഉണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ. കാരണം എൽ പ്ലസ് എപ്സിലോൺ വരുന്ന ഇവിടെ ആയിരിക്കുമല്ലോ. എൽ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ദിസ് ക്യാപിറ്റൽ N. ശരിയല്ലേ? ഇനി നമ്മൾ ഇത് നമുക്ക് വേണ്ട. അപ്പൊ ഇത് നമ്മളങ്ങ് വിട്ടു. എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ an ലെസ് ദാൻ ഈ എൽ പ്ലസ് എപ്സിലോൺ. ഓക്കെ, എൽ പ്ലസ് എപ്സിലോൺ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് an മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ. ഇങ്ങനെ പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് an ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ L എന്ന് പറയുന്നതല്ലേ? അപ്പൊ an-ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണെന്ന്. സോ if an is a increasing, monotonically increasing bounded sequence, then it converges to its least upper bound. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. If an is a bounded monotonically decreasing sequence, it converges to the greatest lower bound of the set an, such that n greater than or equal to L. അപ്പൊ നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്തിട്ട് എനിക്ക് അസൈൻമെന്റ് ആയിട്ട് അയച്ചു തരണം കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്തിട്ട് ഇതേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് തനിയെ പ്രൂവ് ചെയ്യുക, നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, നൗ സീക്വൻസ് n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇത് കൺവേർജന്റ് ആണ്, 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ്, പക്ഷെ ഇത് ബൗണ്ടഡ് എബവ് ആണ്. കാരണം എല്ലായ്പ്പോഴും 1-നേക്കാളും ചെറുതാണല്ലോ. ബൗണ്ടഡ് എബവ് ആണ്. ദാറ്റ് ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ദാറ്റ് ഇസ് 1. സോ ഇറ്റ് കൺവേർജസ് ടു 1. 1ലേക്ക് തന്നെ അത് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്ത വീഡിയോ 2n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ കൺവേർജന്റ് ആണെന്നും അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനുമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് നമ്മൾ നോക്കുന്ന ഫസ്റ്റ്. ഇവിടെ നമ്മൾ an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an എന്ന് പറയുന്നത് 2/n പ്ലസ് 1 ആണ്. ഈ 2/n പ്ലസ് 1 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1-നേക്കാളും ചെറുതാണ്. അപ്പൊ an പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an എന്ന് പറഞ്ഞാൽ എന്താ? മോണോട്ടോണിക്കലി ഡിക്രീസിംഗ്. മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണ്. മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണ്, എല്ലാ ടൈംസും പോസിറ്റീവ് ആണ്, ആൻഡ് ബൗണ്ടഡ് ബിലോ ബൈ 0.
So the sequence is decreasing and bounded below. Sequence is decreasing and bounded below. Bounded below ആണ്, sequence decreasing ആണ്. So by monotone convergence theorem, it converges to a limit L. ഇനി എങ്ങനെയാണ് ഈ L നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ an+1 എന്ന് പറയുന്നത് an Lലേക്ക് പോവുകയാണെങ്കിൽ an+1 എന്ന് പറയുന്നത് Lലേക്ക് പോകുമല്ലോ. കൺവെർജന്റ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ലിമിറ്റ് നമ്മൾ L ആണെന്ന് എടുക്കുന്നു. ആ Lലേക്ക് തന്നെയായിരിക്കും an+1 പോവുക. കാരണം n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ രണ്ടിന്റെ സെയിം ലിമിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ലിമിറ്റ് ഓഫ് an+1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ്, ഇവിടെ നമ്മൾ an+1 ഇസ് ഈക്വൽ ടു 2/n+1 ഇൻറ്റു an എന്ന് കണ്ടു. അപ്പോൾ ലിമിറ്റ് ഓഫ് 2/n+1 ഇൻറ്റു an ആയിരിക്കും. ഈ an-ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് L ആണല്ലോ. പക്ഷെ 2/n+1 എങ്ങോട്ടാ പോവുക? 0യിലേക്ക് പോകും. ശരിയല്ലേ? അപ്പൊ 0 ഇൻറ്റു L, ലിമിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ലിമിറ്റ് 0 ഇൻറ്റു L, സോ ദാറ്റ്സ് ഈക്വൽ ടു 0. സോ ലിമിറ്റ് ഓഫ് 2n ഡിവൈഡഡ് n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 0 എന്ന് കാണാൻ പറ്റും. അടുത്ത ഒരു പ്രോബ്ലം ആണ് an. ഈ പ്രോബ്ലം നിങ്ങൾ തനിയെ നോക്കുക, എളുപ്പമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ചെയ്യുന്നതിൽ. ഇത് നമ്മൾ 1/2², ഈ ഒരു സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ 1/2² എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 2 ആണല്ലോ. അപ്പൊ 1/2 ഇൻറ്റു 2വിന് പകരം നമ്മളിവിടെ 1 കൊടുത്തു, 2 - 1 കൊടുത്തു. അപ്പൊ ഡിനോമിനേറ്റർ ചെറുതാവുമ്പോൾ ക്വാണ്ടിറ്റി വീണ്ടും വലുതാവും. അപ്പൊ ഇവിടെ <= 1, കുഴപ്പമില്ലല്ലോ. ഇവിടെ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 1/3² ആണ്. 3² പകരം നമ്മൾ 3 ഇൻറ്റു 3 - 1 ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുത്തു. അപ്പൊ വീണ്ടും വലുതാവും. ആ രീതിയിൽ ഇങ്ങനെ പോകും. ഇനി ഈ 1/n ഇൻറ്റു n - 1 നമുക്ക് 1/n - 1 മൈനസ് 1/n എന്ന് കൊടുക്കാം. അപ്പൊ 1/2 ഇൻറ്റു 2 - 1 നമുക്ക് 1/2 - 1 മൈനസ് 1/2 എന്ന് കൊടുക്കാം. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. ഈ രീതിയിൽ എഴുതുന്നു. ഈ രീതിയിൽ എഴുതുമ്പോൾ ഈ -1/2 പ്ലസ് 1/2 ക്യാൻസൽ ആവും. ഈ -1/3 അടുത്തതിന്റെ പ്ലസ് 1/3 ക്യാൻസൽ ആവും. ഏറ്റവും അവസാനം നമുക്ക് ഈ 1ഉം ഈ ഒരു 1ഉം ഈ -1/n മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 1 + 1 2, 2 - 1/n ഉണ്ടാവുള്ളൂ. ഇതെങ്ങോട്ടാ പോവുക? So an is less than or equal to 2 എന്ന് വരും. So that is bounded above. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതും അതേപോലെ തന്നെ തന്നിരിക്കുന്ന ഒരെണ്ണമാണ്. തനിയൊന്ന് ചെയ്യുക കേട്ടോ.